ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ നാളെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വൈൽഡ് കാർഡ് എല്ലാവരും കൂടി കയറും. കയറുമ്പോഴുള്ള സംഭവ വികാസങ്ങളൊക്കെ ഒരു പ്രൊമോയില് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആളുകളുടെ റിയാക്ഷൻസും കാര്യങ്ങളും വാവ് വാവ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഉള്ളിലേക്ക് ആനയിക്കുന്നുണ്ട് ആളുകളെ. ഓക്കെ, വൈൽഡ് കാർഡിന്റെ ഇൻട്രോസില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രോ ഏതായിരുന്നു? ഇൻട്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ഓൾറൗണ്ട് ഒരു AV പ്ലേ ചെയ്തതും, അതുപോലെ തന്നെ ഇവര് ഗെയിം പ്ലാനിനെ പറ്റി സംസാരിച്ചത്, അവരുടെ നിലപാടുകളെ പറ്റി സംസാരിച്ചതും, ഇപ്പോഴത്തെ ഗെയിമിന്റെ അവസ്ഥ അവരുടേതായ അഭിപ്രായത്തിൽ അവർ പറഞ്ഞതും, ആരാണ് ബെറ്റർ ആയിട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ളതൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിഷേക് ജയദേവ് വളരെ നല്ലപോലൊരു ഒബ്സർവേഷൻ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് അത് പ്രസന്റ് ചെയ്തു. പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പൊ ഗെയിം എങ്ങനെ പോകുന്നത്, അതുപോലെ തന്നെ പുള്ളിയുടെ ഐഡന്റിറ്റി എന്താണ്. അച്ഛന് ആ ഒരു ഐഡന്റിറ്റിയെ പറ്റി അറിയില്ല, പുള്ളി ഗേ ആണെന്നുള്ള കാര്യം അച്ഛന് അറിയില്ല. അത് റിവീൽ ചെയ്യുന്നതിന് വേണ്ടിയും അങ്ങനെ കുറച്ച് അച്ഛനായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആളുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമർ ആരാണ്, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഗെയിമേഴ്സിൽ, അതായത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഗെയിമേഴ്സിൽ ജാൻമണി ഉണ്ട്. അതായത് LGBTQ എന്നുള്ള ഒരാള് തന്നെ ജെൻഡർ കാർഡ് ഇറക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ജാൻമണിയെ ടാർഗറ്റ് ചെയ്യുവാണ്. ഈ ഒരു അഭിഷേക് ജയദേവിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആള്, അതായത് ഐഡിയോളജി കൊണ്ടും എല്ലാം കൊണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് ശ്രീകുമാറും ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ ജാൻമണിയെ പറഞ്ഞത് ജെൻഡർ കാർഡ് ഇറക്കരുത് എന്നാണ്. ആ ഒരു കാര്യത്തിൽ ഇവർ തമ്മിലൊരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഗെയിമിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. കൂടുതൽ ഒരു ഫൈറ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അഭിഷേക് ശ്രീകുമാറിന്റെ ഒക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് പുള്ളി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട്. അതായത് ഓരോ സംഘടനകൾക്കെതിരെ എല്ലാം പറയുമ്പോൾ, LGBTQ-വിനെതിരെ ആയാലും അങ്ങനെയുള്ള വിവിധ സംഘടനകൾക്കെതിരെയൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ബാൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പേര് നമുക്ക് എഗെയിൻസ്റ്റ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടും പുള്ളി എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ്. അത് ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും പറയുന്നുണ്ട്. അടുത്തായിട്ട് പൂജ എന്ന് പറയുന്ന ഇന്റർവ്യൂവറെ എല്ലാവർക്കും അറിയാം. വെറൈറ്റി മീഡിയ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ചെയ്യുന്ന ഒരു പ്രോഗ്രാം. എല്ലാറ്റിലും ഇങ്ങനെ വളവളാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ട്രോളുകൾ, ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുള്ളതാണ് ഈ പൂജയുടെ. പിന്നെ നന്ദന എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഇങ്ങനെ ഗെയിം പ്ലാനും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഭയങ്കര മാസമായിട്ടൊക്കെ കാണിക്കുന്നത്. ലാലേട്ടന്റെ മുന്നിൽ അത് ഇത്തിരി ഓവറല്ലേ എന്ന് എനിക്ക് തോന്നി. വന്നത് തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഉള്ളിൽ പോയി അങ്ങ് ചൂളിപ്പോയി കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അങ്ങനെയാണ്. ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല, ഒരുപാട് ഡയലോഗ് അടിച്ച് പോയിട്ടും കാര്യമില്ല. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ DJ സിബിൻ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരാളാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് സപ്പോർട്ട് ചാനൽ വഴിയായാലും പുള്ളിക്ക് ഉണ്ടാവുമായിരിക്കും. ഉള്ളിലുള്ള അണിയർ പ്രവർത്തകരായിട്ടും എല്ലാം നല്ല കണക്ഷൻ ഉള്ള വ്യക്തി തന്നെയാണ്. അതിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് അപ്സരയെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്സര ഇവര് തമ്മിലുള്ള ഡാൻസ് ഒക്കെ ഉണ്ട്. മറ്റേ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ലേ, ആരാദ്യം പാടും, അതിലൊക്കെ ഇവര് ഒരുമിച്ച് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ നല്ല കണക്ഷനാണ്. സീരിയലിലുള്ളവരും അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്. എന്താ വെച്ചാൽ ആ പ്രോഗ്രാമിൽ വരുന്നത് സെലിബ്രിറ്റീസ് ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെയായിരുന്നു അന്ന് DJ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരും ഒരു ഗെയിം ഒക്കെ ഉണ്ട്, ഗെയിം പ്ലാൻ ഒക്കെ ഉണ്ട്. പുള്ളി അവിടെ കുറച്ചുകൂടി എന്റർടൈനിങ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് അപ്സരയെയും അങ്ങനെയുള്ളവരെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു അഭിഷേക് ശ്രീകുമാർ നോറയ്ക്കാണ് മാലയിട്ട് കൊടുത്തത്. എന്ത് ഇതിലാണ് ഇട്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് ഓക്കെ, നോറ എല്ലാം മുഖത്ത് നോക്കി പറയുന്ന ആളാണെന്നൊക്കെ പറയുന്നു. പകുതി മുക്കാലും ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിവേസ് അവരുടെ ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള വല്ല കണക്ഷനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വൈബ് കണക്ട് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നമ്മുടെ സായി ബ്രോ എൻ്റെ സുഹൃത്തു കൂടിയാണ്. പുള്ളിക്കാരൻ ഗെയിമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് കമൻസ് ആയിട്ട് വരുന്നുണ്ട്. അതിനുള്ളൊരു സാധനം പുള്ളി തന്നെ ഇട്ട് കൊടുത്തു. ലാലേട്ടൻ സായി കൃഷ്ണനോട് ചോദിക്കുകയാണ് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് പറയും. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചായിട്ട് കണക്കാക്കാം. അത് ആരെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മാലയിടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ശരിക്കും സ്ട്രോങ് ആരാ? അവിടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ആർക്കാണ്? അപ്സര നല്ലൊരു ഗെയിമറൊക്കെ ആയിരിക്കും, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരിക്കും. പക്ഷെ അവിടെ ആളുകൾ കൂടുതൽ കാണുന്നത് ആരെ? പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും
ആളുകൾ കൂടുതൽ കാണേണ്ടി വരുന്ന ആരെയാണ്? ഗബ്രിയല്ലേ? എല്ലാറ്റിലും ഗബ്രിയാണ്. ജിൻഡോയെ ഊക്കുന്നതായാലും ഗബ്രിയാണ് മെയിൻ. ഗബ്രിയാണ് ഒരു പടിക്ക് മേലെ നിൽക്കുക. ജിൻഡോ ചൂളിപ്പോവാറ പതിവ്. എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടുള്ള ഊക്കൽ തന്നെയാണ്. ആ ഒരു അവസരം മുതലെടുത്ത്, അതായത് വ്യക്തമായിട്ട് അതിൽ സായിബ്രോ പറയുന്ന ഒരു കാര്യമുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം വീട് പോലെയാണ് ഗബ്രി അവിടെ കാണുന്നത്. സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അവിടെ സർവാധികാരി ആവും. എപ്പോഴും ആൾക്ക് വേണ്ടി ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. ആ ഒരു സ്പേസ് ആണ് ആളുടെ ഇപ്പോഴത്തെ സ്ക്രീൻ സ്പേസ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഗബ്രി അവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഹൈലൈറ്റ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് സായിബ്രോ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു മാല ഇട്ടിരിക്കുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് ഇട്ടുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിക്കുന്ന സമയത്തും, ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് പറയുന്ന സമയത്തും ഗബ്രിയെ തന്നെ സെലക്ട് ചെയ്തു. ടാർഗറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ഗബ്രിയെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അതായത് ഇപ്പൊ നിലവിലുള്ള സിജോ ആയാലും റോക്കി ആയാലും എല്ലാവരും വീട് വിട്ടു പോയി. അവരില്ലാത്തിടത്തോളം ഇപ്പൊ നിലവിലുള്ള സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഗബ്രി തന്നെയാണ്. അത് പോസിറ്റീവ്. നമ്മളെല്ലാവരും ഇരുന്ന് നോക്കുന്നു പറഞ്ഞിട്ട് ഗബ്രി അവിടെ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളതല്ല. ഗബ്രി ഇപ്പൊ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റിലും ഗബ്രി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും ജാസ്മിനെയൊക്കെ താങ്ങി നിറക്കാനാണ് സായിബ്രോ പോകുന്നതെന്നൊക്കെ ഉള്ള സ്റ്റോറിയും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നില്ല. പുള്ളി പോയാൽ അവിടുത്തെ കളി മാറും. ഇവരെല്ലാം തിരിയും കിടന്നിട്ട്. എൻ്റെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയാണ്. ഇനി എന്താണെന്ന് നമുക്ക് നാളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കായാലും എനിക്കായാലും നാളെ തൊട്ടുള്ള എപ്പിസോഡ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും എല്ലാം. ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് കയറുന്നവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഇൻട്രോ കൊടുത്തത് സായിബ്രോക്കാണ്. അത് ആളുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെയാണ്. പുള്ളിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവാം, പക്ഷെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നെഗറ്റീവ് കമന്റ്സ് ഒന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. അവിടെ പുള്ളി പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല സായി കൃഷ്ണനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിലുള്ള റിയൽ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് ഞാൻ റിവീൽ ചെയ്യാണ് ഈ ഒരു ഷോയിലൂടെ എന്നാണ് പുള്ളി പറയുന്നത്. അത് നല്ലതാണെങ്കിൽ നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഒരാൾ വരുന്നതിന് മുന്നേ അങ്ങനെ അങ്ങോട്ട് ഊക്കി വിടുകയല്ല. അത് അത്രയ്ക്ക് നല്ല പരിപാടിയല്ല. മറ്റേ കുട്ടിയായാലും നന്ദനയായാലും ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ഇത്തിരി ഓവറാക്കിയ പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. അത് ഗെയിം വരുന്ന സമയത്ത് പുള്ളി അങ്ങനെ തന്നെ ആവുന്നുണ്ടോ അതോ ഡൗൺ ആയി പോവാണോ, എന്താ പറയാ, വാഴുന്നവരും വീഴുന്നവരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. ഞാൻ എന്തായാലും സായിബ്രോവിന്റെ ഒരു ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്. സായിബ്രോവിന്റെ മാത്രമല്ല, അഭിഷേക് ജയദീപ് ഒക്കെ എനിക്ക് ഇത്തിരി പ്രതീക്ഷയുണ്ട്. പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ ഇത്തിരി പ്രതീക്ഷയുണ്ട്. മറ്റേ ആൾ ഇത്തിരി ആംഗ്രി ബേർഡ് ആണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഫേസ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അറിയില്ല നേച്ചർ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ ജാൻമണി ആയിട്ടുള്ള ഇവരുടെ ഒരു ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കണ്ടറിയാം ഇനിയുള്ള കാര്യങ്ങൾ. പൂജ ആയാലും വലിയ നിസ്സാരക്കാരിയൊന്നുമല്ല. ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. അതിലൊക്കെ നല്ല കൂളായിട്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് കളിയാക്കിയാലും മിണ്ടാതിരിക്കുന്ന ആളാണ്. റിയലി പൂജ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റും. അപ്പൊ നാളെയാണ് എൻട്രി. നാളെ തൊട്ട് നമുക്ക് കണ്ടറിയാം ഇവരുടെ എല്ലാവരുടെയും ഒരു വൈബ് എന്താണെന്നും എല്ലാം കണ്ടറിയാം. DJ സിബിന് അവിടെ എന്റർടൈനിങ് ആക്കാൻ പറ്റുമോ അതോ തമ്മിത്തല്ലിനി കൂടുമോ, ഇടയിൽ കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കുത്തിത്തിരിപ്പാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എല്ലാവരുടെയും ഒരു വരവിന് വേണ്ടി ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് സായി കൃഷ്ണയ്ക്ക് നല്ലൊരു ആശംസ നേരുവാണ്. നാളെ തൊട്ട് എന്തായാലും ഗെയിമിൽ നല്ല പോലെ കളിച്ച് ജയിച്ച് കപ്പെടുത്തിട്ട് വരാൻ പുള്ളിക്ക് പറ്റട്ടെ. അർഹരായിട്ടുള്ള ആളുകൾ, നന്നായി ഗെയിം കളിക്കുന്ന, നല്ല പോലെ പെർഫോം ചെയ്യുന്ന ആൾക്ക് അത് കിട്ടട്ടെ. എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് പുള്ളിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുള്ളിയുടെ ഗെയിം നല്ലതാണെങ്കിൽ പുള്ളിക്ക് കിട്ടട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഗെയിമർ ആയിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വൈൽഡ് കാർഡിലുള്ള എല്ലാവരുടെയും ഒരു ഇൻട്രൊഡക്ഷനും അവരുടെ ഗെയിം പ്ലാനിനെയൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.